26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സ്വർണം ഇടിഞ്ഞു താഴുന്നു. കഴിഞ്ഞ വർഷം 70% കൂടിയപ്പോൾ ഈ വർഷം കുറഞ്ഞത് 25%. ഇനിയും താഴേക്കെന്ന സൂചന തന്നെയാണ് വിദഗ്ധർ നൽകുന്നത്. 2025 സ്വർണ്ണവിലയിൽ 70%-ലധികം വർധനവാണ് ഉണ്ടായത്. മികച്ച മുന്നേറ്റം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയത്. 2026-ലാണെങ്കിൽ ജനുവരി 29-ന് MCXലെ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ 10 ഗ്രാമിന് 1,93,000 രൂപയോടടുത്ത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില കുതിച്ചെത്തി. എന്നാൽ അതിനുശേഷം വിലയിൽ കുറവുണ്ടായിരുന്നു. ജൂലൈ 10 വെള്ളിയാഴ്ച MCXൽ ഓഗസ്റ്റ് മാസത്തെ ഡെലിവറിക്കുള്ള സ്വർണം ഏകദേശം 1.45 ലക്ഷം രൂപയ്ക്കാണ് വ്യാപാരം നടന്നത്. വലിയൊരു വ്യത്യാസം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ഏകദേശം 25%-ഓളം കുറവാണ്. ആഗോള വിപണിയിലും കാര്യങ്ങളത്ര വ്യത്യസ്തമല്ല. 2026 ജനുവരി 28-ന് ഔൺസിന് ഏകദേശം $5,589 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം ഈ മഞ്ഞലോഹം ഔൺസിന് ഏകദേശം $4,100 വില ഇടിയുകയാണ് ഉണ്ടായത്. അതായത് ഏകദേശം 27%-ഓളം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപകർ സുരക്ഷിത താവള ആസ്തിയായി സ്വർണത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അനിശ്ചിതത്വത്തിന്റെ സമയങ്ങളിൽ സ്വർണം സാധാരണയായി തിളങ്ങുകയാണ്. കഴിഞ്ഞ വർഷം US ഇറക്കുമതി താരിഫ് അനുബന്ധ അനിശ്ചിതത്വത്തിനിടയിലും സ്വർണം തിളങ്ങിയതാണ് കണ്ടത്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷം, ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും പണപ്പെരുപ്പ ആശങ്കകളും US-ൽ നിരക്ക് വർധനവിനുള്ള സാധ്യതയും വർദ്ധിപ്പിച്ചതോടെ സ്വർണം അസ്ഥിരമായി. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷകളും ഡോളറിന്റെ സ്ഥിരതയുമൊക്കെ വിലകളെ ബാധിച്ചുവെന്ന് തന്നെയാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. നിരക്ക് വർധന പ്രതീക്ഷകൾ വലിയ തോതിൽ ഘടകമായേക്കാം. പക്ഷേ ഇപ്പോഴും സ്വർണ്ണവിലയിലെ കുതിപ്പിനെ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന സൂചനകൾ എണ്ണവില ഇളവ് വരുത്തിയെങ്കിലും ഈ ആഴ്ച വീണ്ടും സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഈ പുതുക്കിയ സംഘർഷം കൂടുതൽ കാലം നീളുകയാണെങ്കിൽ അത് വീണ്ടും എണ്ണവില ഉയർത്തുകയും പല വിപണികളിലും പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. എന്നിരുന്നാലും 2026-ന്റെ ആദ്യ പകുതിയിൽ ആഗോള സ്വർണ്ണ ETF നിക്ഷേപം $8 ബില്യൺ പോസിറ്റീവായി തന്നെ തുടരുന്നുണ്ട്. ആഭ്യന്തര വിപണിയിലും സ്വർണ്ണ ETF-കൾ ശക്തമായ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ സമീപ മാസങ്ങളിൽ സമ്മിശ്ര പ്രവണതകളുമുണ്ടായി. ദീർഘകാല ഏകീകരണ അപകട സാധ്യതകൾക്കിടയിലും സ്വർണം അത്ര ഉപയോഗപ്രദമായ ഒരു പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കണമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഹ്രസ്വകാല വില ചലനങ്ങളെ പിന്തുടരുന്നതോടൊപ്പം തന്നെ അതിനു പകരം വ്യവസ്ഥാപിതമായിട്ടുള്ള നിക്ഷേപ സമീപനത്തിലൂടെ നിക്ഷേപകർക്ക് സ്വർണവുമായിട്ടുള്ള സമ്പർക്കം തുടരാൻ സാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.